ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നപ്പോൾ വിഷു സ്പെഷ്യലായിട്ടൊരു വീഡിയോ കണ്ടല്ലോ. സ്പെഷ്യലൊന്നുമല്ല, വിഷു ദിനത്തിലെ രാവിലത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളാണ് കേട്ടോ. തലേ ദിവസം തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഞാനും കൂടെ കണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് നന്നായി ഭഗവാനൊക്കെ തൊഴുതിറങ്ങി കേട്ടോ. വിളക്ക് വയ്ക്കുന്നതിൻ്റെ ചോട്ടിൽ മേശ വെച്ചിട്ട് അമ്മയാണ് കേട്ടോ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നിട്ട് നല്ലൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് ആ ഉറക്കത്തിൻ്റെ മപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്, കാരണം രാവിലെ നേരത്തെ നീച്ചതല്ലേ. അപ്പോൾ ചെറിയൊരു കുടി കഴിഞ്ഞ് തണുത്തളത്തിൽ കുളിച്ച് എന്നാലും ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് നേരെ അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മനക്കിലമ്പലം. ഈ അമ്പലത്തിലേക്കാണ് വരാറ്. മുളയങ്കാവിലേക്കും പോകാറുണ്ട്. കഴിഞ്ഞാൽ ഞങ്ങൾ മുളയങ്കാവിലേക്കാണ് പോയിരുന്നതെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം നമ്മുടെ അമ്പലത്തിലേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് കയറി തൊഴുത് കുറേ നേരം മുറ്റത്തൊക്കെ ഇരുന്നു കേട്ടോ. മേമയുണ്ടായിരുന്നു. അപ്പോൾ മേമ അമ്പലത്തേക്ക് ഡെയിലി വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ എന്തെങ്കിലും വിശേഷമുള്ള സമയത്തൊക്കെയാണ് അമ്പലത്തേക്ക് വരാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് തന്നെ പോരും ചെയ്തു. പിന്നെ ഓരോരുത്തരായിട്ട് അമ്പാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം വിഷു കഴിഞ്ഞിട്ടും കൊടുക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഏട്ടനാണ് കേട്ടോ അമ്പാടിക്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്ന് ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ആദ്യം അമ്പാടിക്ക് കൊടുത്തു വിട്ടു ഏട്ടൻ. അപ്പോൾ അത് നേരെ എൻ്റെ കയ്യിലേക്കാണ് കേട്ടോ കൊടുന്നിരുന്നത്. അങ്ങനെ തരുന്നില്ല, ജസ്റ്റ് അങ്ങനെ കൊടുന്നു തന്നു മാത്രം. പിന്നെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കൊടുത്തു അമ്പാടിക്ക്. പിന്നെ അച്ഛൻ കൊടുക്കാനുള്ള സമയത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വരിക ചെയ്തിരുന്നു. അപ്പോൾ ഏട്ടൻ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തിച്ചാണ് അത് വാങ്ങിക്ക് കുഞ്ഞാ പറഞ്ഞിട്ട്. അപ്പോൾ അതും കിട്ടുന്ന പൈസയൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ കൊടുക്കുമ്പോൾ ഞാൻ അമ്പാട്ട് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ കൊടുക്കുമ്പോൾ ഏട്ടനും. ഓനിങ്ങനെ ഓടിക്കളിക്കണ ഒരിടത്ത് നിൽക്കണ ഒരു സ്വഭാവമല്ല. പിന്നെ അച്ഛനിക്കും ഏട്ടനൊക്കെ കഴിഞ്ഞിട്ട് തന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സദ്യ കഴിച്ചു. പായസം നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം കിട്ടുന്നതുകൊണ്ട് ആ പായസമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സദ്യ എന്ന് പറയും ചോറും കൂട്ടാനും ഉപ്പേരി പപ്പടം അച്ചാർ ഇതൊക്കെ കൂട്ടിയിട്ട് സദ്യ കഴിച്ചു. പിന്നെ ലാസ്റ്റ് പാലട പായസമായിരുന്നു കേട്ടോ, അതും കുടിച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് വീട്ടിൽ പോകാൻ. അതിന് വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടി വേഗം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തന്നെ ഇങ്ങോട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി അമ്മ അടയും ചായയൊക്കെ കൊടുന്ന് തന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഏട്ടന് ഇങ്ങനത്തെ മധുരപലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനും അമ്മയും ഇരുന്ന് കുടിച്ചു കേട്ടോ. അമ്പാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.